ഹായ്, നമസ്കാരം. എ കെ ന്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ട് എന്ത് പന്നത്തരങ്ങളും വിളിച്ചു പറയുന്ന ചില എംപോക്കികളെ കുറിച്ചാണ്. ഇതിൽ പ്രധാനമായിട്ടും രാഹുൽ ഈശ്വർ, പിന്നെ അതേപോലെ രേണുസുതി, ആറാട്ടണ്ണൻ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് മാനസിക വിഭ്രാന്തിയുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അനാവശ്യങ്ങൾ വിളിച്ച് പറഞ്ഞ് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് തെമ്മാടിത്തരങ്ങൾ മാത്രം പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഇഡിയറ്റിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർ ഏത് വിഷയത്തിലും ഇടപെടും എന്നുള്ളതാണ്. മുമ്പുണ്ടായിരുന്ന ആളൂർ എന്ന് പറയുന്ന ഒരു പന്ന വക്കീലുണ്ടായിരുന്നേ, ആളൂരാന്ന് വിളിക്കുന്ന ആ ഇഡിയറ്റ് തായോട് അവനിതേപോലെ ഒരുപാട് എല്ലാ വിഷയത്തിലും ഇടപെട്ട് അവന് ലാസ്റ്റ് ചത്തത് എന്താണ് എങ്ങനെയാണെന്നുള്ള എല്ലാവർക്കും അറിയാം. ഒരു വ്യക്തി പോലും അയാളുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയത് നല്ല രീതിയിലായിരുന്നില്ല. ചത്തുപോയത് എത്രയോ നന്നായി എന്നുള്ള രീതിയിൽ അയാൾക്ക് ഒരുപാട് രീതിയിലുള്ള വിമർശനങ്ങൾ ചത്തതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ രാഹുൽ ഈശ്വറാണ് ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. ഇവനെ ആദ്യ തുടക്ക കാലഘട്ടത്തിലൊക്കെ നിഷ്പക്ഷമായിട്ടുള്ള നിലപാടുകൾ എടുത്തിരുന്ന്, പക്ഷേ ഇപ്പോൾ ക്രിമിനലുകൾക്ക് ഏത് രീതിയിലുള്ള ക്രിമിനലുകളാണ് സമൂഹത്തിൽ, ആ ക്രിമിനലുകളെ വെള്ള പൂശിക്കൊണ്ടാണ് ഇവൻ്റെ നിലപാട്. അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ രേണുസുതി എന്ന് പറയുന്നത്, അവർ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കാണിച്ചു വെച്ചിരിക്കുന്ന തെമ്മാടിത്തരങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് കാണാറുണ്ട്. എന്ത് വൃത്തികേടുകളും ആഭാസത്തരങ്ങളും പിടിച്ച് കാണിക്കുന്ന ഈ പ്രവണത ആണ് അവരുടേത്. അതേപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രധാനമായിട്ടും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതൊക്കെ വകവയ്ക്കാതെ തന്നെ ഇവരുടെ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ കട്ട് ചെയ്യണമെന്നാണ് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ആഹ്വാനം. രാഷ്ട്രപതി ഒപ്പിട്ട വിജ്ഞാപനത്തിന് ഇതുവരെയായിട്ടൊരു നടപടി ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെയാണ് ആറാട്ടണ്ണൻ എന്ന് പറയുന്നത് ഇവരില്ലാത്തൊരു മന്ദബുദ്ധി. അവനെ പല പ്രാവശ്യങ്ങൾ ഞാൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വിളിച്ചതാണ്. പല കുതിരവട്ടത്തോ കൂളമ്പാറയിലോ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുക, അവൻ്റെ ഫുൾ ചിലവുകൾ ഞാൻ വഹിച്ചോളാന്ന് പറഞ്ഞതാണ്. അവനൊന്നും വരില്ല. അവനൊക്കെ മാനസിക രോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് സോഷ്യൽ മീഡിയയിലുള്ള ന്യൂസ് ചാനലുകളുണ്ട്. വിവരമില്ലാത്ത കുറേ മാപ്രച്ചികൾ. അതേപോലെ തന്നെ വിവരമില്ലാത്ത മറ്റൊരു മാപ്രച്ചിയാണ് സുനിൽ മാപ്രച്ചി. സുനിൽ മാപ്രച്ചി പറഞ്ഞ ISJ എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ ആളാണ്. അവനെ ഞാൻ പല പ്രാവശ്യങ്ങളിൽ വിളിച്ച് താക്കീത് ചെയ്തിട്ടുണ്ട്. അവനെ ഞാൻ നല്ല ചീത്ത വിളിച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഫോൺ ഇപ്പം സൈലൻ്റ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അയ്യോ, അതേപോലെ തന്നെയാണ് ഏറ്റവും അധികം സമൂഹത്തിനെ നാശത്തിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിവരം കേട്ട ഒരു മാനസിക രോഗി, ശാന്തിവിള ദിനേശ്. ഈ ശാന്തിവിള ദിനേശിനെ പറ്റിയിട്ട് ഞാൻ നിരന്തരം പോസ്റ്റുകൾ എഴുതിയിരുന്നു സോഷ്യൽ മീഡിയയിൽ. ഇവൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഓടുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി. ശാന്തിവിള എന്ന പായ്വിള എന്ന എൻ്റെ ലേഖനം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവന് മഹാവൃത്തികെട്ട ഒരു അപരാധിയാണ്. ഇവ കാണിച്ചു വെച്ചിട്ട് ഇവ സിനിമയിലൊന്നോട്ടൊക്കെ ആളുടെ കൂടെ കസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്ത് ഒരു ബംഗ്ലാവിൽ അവതറിയുന്ന ഒരു ഊമ്പിയ കമ്പിപ്പടം എടുത്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ സീരിയലുകളൊക്കെ ചെയ്തിരുന്നു. ഞാനായിട്ട് അവന് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള പരിചയമുണ്ട്. അപ്പോൾ
ഇപ്പം അവൻ ഫുൾ ടൈം മാനസിക രോഗത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് മരുന്നുകളൊന്നും കഴിക്കാതെ ഇവ സ്ഥിരമായിട്ട് വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ പ്രധാനമായിട്ട് ഇവൻ്റെ ഇരകൾ മരിച്ചു പോയ ആളുകളാണ്. ജീവിച്ചിരിക്കുന്നവരെ പറ്റിയിട്ടൊന്നും മോശങ്ങളൊന്നും അങ്ങനെ പറയാൻ കുറവാണ്. മരിച്ചു പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ഇപ്പം ചീത്തവിളി തുടങ്ങും. ഇങ്ങനെ വൃത്തികെട്ടൊരു എരണം കെട്ടൊരു വർഗം സാധ്യതകളെ ദിനേശ് കഴിഞ്ഞാൽ മലയാളത്തിലുള്ളൂ. അതേപോലെ തന്നെ ഒരുപാട് എണ്ണം ഉണ്ട്. ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഈ ആറാട്ടെണ്ണൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് വേറൊരു തരുണ്ടല്ലോ രംപോക്കി. അവരുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല, മറന്നുപോയി. അതേപോലെ ഈ രാഹുല് അതേപോലെ ഒരുപാട് വിവരങ്ങൾ. ഇവരെല്ലാവരെയും എത്രയും പെട്ടെന്ന് മാനസിക ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് സർക്കാർ മുൻകൈ എടുത്ത് ഇവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.